എല്ലാവർക്കും നമസ്കാരം. ആകാശഗംഗയുടെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. 2026 സെപ്റ്റംബർ മാസം കുംഭക്കൂറിൽ വരുന്ന ഔട്ടത്തിൻ്റെ അവസാനത്തെ പകുതി ഭാഗം, ചതയം പൂരുരുട്ടാതിയുടെ ആദ്യത്തെ മുക്കാൽ ഭാഗം നക്ഷത്രക്കാർക്ക് സെപ്റ്റംബർ മാസം അവരുടെ തൊഴിൽ, ബിസിനസ്, സാമ്പത്തികം, കുടുംബജീവിതം, വിദ്യാഭ്യാസം, ആരോഗ്യം എന്നിവയിലൊക്കെ എന്തൊക്കെ ഗുണദോഷങ്ങളാണ് ഉണ്ടാകുന്നത്, എന്തൊക്കെ പരിഹാരങ്ങളാണ് സെപ്റ്റംബർ മാസം ചെയ്യേണ്ടത് എന്നതിനെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോ. ആദ്യം സെപ്റ്റംബർ മാസത്തെ ഗ്രഹസ്ഥിതി ഒന്ന് പരിശോധിച്ചാൽ, സെപ്റ്റംബർ 16 വരെ സൂര്യൻ ചിങ്ങത്തിലും അതിനുശേഷം കന്നിരാശിയിലേക്കും രാശി മാറുന്നു. ചൊവ്വ സെപ്റ്റംബർ 18 വരെ മിഥുനൻ രാശിയിലും അതിനുശേഷം കർക്കടകൻ രാശിയിൽ വ്യാഴത്തോടൊപ്പവും സഞ്ചരിക്കുന്നു. ബുധൻ സെപ്റ്റംബർ 7 വരെ ചിങ്ങൻ രാശിയിലും സെപ്റ്റംബർ 7 മുതൽ 26 വരെ കന്നിരാശിയിലും തുടർന്ന് തുലാൻ രാശിയിലേക്കും പ്രവേശിക്കുന്നു. വ്യാഴം 6ാം ഭാവമായ കർക്കടകത്തിൽ ഉച്ചസ്ഥനായി നിലകൊള്ളുന്നു. ശുക്രൻ സ്വക്ഷേത്രമായ തുലാൻ രാശിയിൽ നിൽക്കുന്നു. ശനി 2ാം ഭാവമായ മീനൻ രാശിയിൽ വക്രഗതിയിലാണ്. 7ാം ശനിയുടെ അവസാന ഘട്ടം കൂടിയാണ്. രാഹു ജന്മരാശിയായ കുംഭത്തിലും കേതു 7ാം ഭാവമായ ചിങ്ങത്തിലുമാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ ഒരു ഗ്രഹസ്ഥിതി അനുസരിച്ച് കുംഭക്കൂറുകാർക്ക് എന്തൊക്കെ ഗുണദോഷങ്ങളാണ് ഉണ്ടാകുന്നത് എന്നതിനെപ്പറ്റി നമുക്ക് ഈ വീഡിയോയിലൂടെ വിശദമായി പരിശോധിക്കാം. ആദ്യം തൊഴിൽ മേഖല എങ്ങനെയുണ്ടെന്ന് നോക്കാം. മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ സെപ്റ്റംബർ 16 വരെ ആദിത്യൻ 7ാം ഭാവമായ ചിങ്ങത്തിൽ നിൽക്കുന്നതിനാൽ തൊഴിലിടങ്ങളിൽ മേലധികാരികളുമായിട്ടുള്ള ആശയവിനിമയത്തിൽ തർക്കങ്ങളൊക്കെ വരാതെ ശ്രദ്ധിക്കണം. 16ാം തീയതിക്ക് ശേഷം സൂര്യൻ 8ാം ഭാവത്തിലേക്ക് മാറുന്നതോടെ ജോലിസ്ഥലത്തെ സമ്മർദ്ദത്തിനൊക്കെ കുറവുണ്ടാകും. സെപ്റ്റംബർ 7 മുതൽ 26 വരെ ബുധൻ 8ാം ഭാവത്തിൽ സ്വന്തം രാശിയായ കന്നിയിൽ ഉച്ചസ്ഥനായിട്ടൊക്കെ നിൽക്കുന്നത് IT, അതുപോലെ റിസർച്ച്, അക്കൗണ്ട്സൊക്കെ മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് സങ്കീർണമായ പ്രശ്നങ്ങളൊക്കെ എളുപ്പത്തിലൊക്കെ പരിഹരിക്കാനുള്ള കഴിവൊക്കെ ലഭിക്കുന്നതാണ്. സെപ്റ്റംബർ 18 ചൊവ്വ 6ാം ഭാവമായ കർക്കടകത്തിലേക്കൊക്കെ പ്രവേശിക്കുന്നതോടെ ശത്രുദോഷങ്ങളൊക്കെ അവസാനിക്കും. തൊഴിലിടങ്ങളിലൊക്കെ നിങ്ങൾക്ക് എതിരെയൊക്കെ ഉണ്ടായിരുന്ന നീക്കങ്ങളും എതിർപ്പുകളുമൊക്കെ നേരിടാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. അതുവഴി വിജയം നേടാനും സാധിക്കും. 9ാം ഭാവത്തിലൊക്കെ ശുക്രൻ ഭാഗ്യാനുകൂലങ്ങളൊക്കെ നൽകും. വിദേശത്തൊക്കെ ജോലി അന്വേഷിക്കുന്നവർക്കും പുതിയ തൊഴിൽ അവസരങ്ങൾക്കായിട്ടൊക്കെ ശ്രമിക്കുന്നവർക്കും സെപ്റ്റംബറിൽ അനുകൂലമായ സമയമാണ്. ഇനി ബിസിനസ്സുകാരുടെ കാര്യം നോക്കിയാൽ, 7ൽ കേതുവും സെപ്റ്റംബർ 16 വരെ സൂര്യനുമൊക്കെ 7ൽ നിൽക്കുന്നതിനാൽ പാർട്ട്ണർഷിപ്പ് ബിസിനസ്സൊക്കെ ചെയ്യുന്നവരെ പങ്കാളികളുമായിട്ടൊക്കെ വ്യക്തമായ കണക്കുകളൊക്കെ സൂക്ഷിക്കണം. അനാവശ്യമായ സംശയങ്ങളും സാമ്പത്തിക തർക്കങ്ങളും ഒക്കെ ഒഴിവാക്കാനും ശ്രദ്ധിക്കേണ്ടതാണ്. ബുധനൊക്കെ ഉച്ചത്തിലൊക്കെ നിൽക്കുന്ന സമയം, അതുപോലെ ശുക്രനൊക്കെ സ്വക്ഷേത്ര ബലത്തിലൊക്കെ നിൽക്കുന്നത് കാരണം മാർക്കറ്റിംഗ്, കമ്മ്യൂണിക്കേഷൻ, അതുപോലെ എക്സ്പോർട്ട്, ഇമ്പോർട്ട്, ക്രിയേറ്റീവ് രംഗങ്ങൾ ഉള്ളവരെ, ഈ രംഗത്തൊക്കെയുള്ള വ്യാപാരികൾക്ക് പുതിയ കരാറുകളൊക്കെ ലഭിക്കാനും അപ്രതീക്ഷിതമായ ലാഭം കൈവരാനും ഒക്കെ സാധിക്കുന്നതുമാണ്. 2ാം ഭാവത്തിലൊക്കെ ശനി വക്രഗതിയിലൊക്കെ നിൽക്കുന്നതിനാൽ വലിയ തുകകളൊക്കെ കടമെടുത്തോ അതുപോലെ റിസ്ക്കൊക്കെ എടുത്ത് പുതിയ മേഖലകളിലേക്കൊക്കെ ബിസിനസ് വികസിപ്പിക്കുന്നത് മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ ഒഴിവാക്കുന്നത് നന്നായിരിക്കും. 6ാം ഭാവത്തിൽ ഉച്ചസ്ഥനായ വ്യാഴം ഒക്കെ നിൽക്കുന്നു. അതുപോലെ സെപ്റ്റംബർ 18 ശേഷം 6ാം ഭാവത്തിലേക്കുള്ള ചൊവ്വയുടെ മാറ്റമൊക്കെ ബിസിനസ്സിലെ എതിരാളികളെ മറികടക്കാനും വിപണിയിലൊക്കെ മുന്നിലെത്താനും നിങ്ങളെ സഹായിക്കുന്നതാണ്. ഈ മാസം ധൃതി പിടിച്ചുള്ള തീരുമാനങ്ങളൊക്കെ ഒഴിവാക്കി മാസത്തിൻ്റെ 2ാം പകുതിയിൽ പ്രധാനപ്പെട്ട പദ്ധതികളൊക്കെ നടപ്പാക്കുന്നത് കൂടുതൽ വിജയകരം ആയിരിക്കും. ഇനി സാമ്പത്തിക സ്ഥിതി എങ്ങനെയുണ്ടെന്ന് നോക്കാം. 9ാം ഭാവത്തിൽ ശുക്രൻ സ്വക്ഷേത്രത്തിലൊക്കെ നിൽക്കുന്നത് സാമ്പത്തിക രംഗത്തെ അപ്രതീക്ഷിതമായ അനുകൂല മാറ്റങ്ങളൊക്കെ കൊണ്ടുവരും. മുൻപൊക്കെ മുടങ്ങിക്കിടന്ന ധനവരവുകളൊക്കെ ലഭിക്കാനും പുതിയ വരുമാന സ്രോതസ്സുകളൊക്കെ തുറക്കപ്പെടാനും സാധ്യതയുണ്ട്. 6ാം ഭാവത്തിൽ വ്യാഴ ഉച്ചസ്ഥനായി നിൽക്കുന്നതിനാൽ ബാങ്ക് വായ്പകൾ, ഇൻഷുറൻസ് തുകകൾ അല്ലെങ്കിൽ ചിട്ടി പിടിച്ച പണം എന്നിവ പ്രതീക്ഷിക്കുന്നവർക്ക് അത് എളുപ്പത്തിൽ അനുവദിച്ച് കിട്ടുന്നതാണ്. സെപ്റ്റംബർ 7 മുതൽ 26 വരെയുള്ള കാലയളവിൽ ബുധൻ ഉച്ചസ്ഥനായിട്ടൊക്കെ നിൽക്കുന്നതിനാൽ കമ്മീഷൻ രംഗത്തും ഏജൻസി, അതുപോലെ ഡിജിറ്റൽ രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് സാമ്പത്തിക ലാഭമൊക്കെ വർദ്ധിക്കുന്ന സമയമാണ്. അതുപോലെ 2ാം ഭാവത്തിൽ ധനസ്ഥാനത്ത് ശനി വക്രഗതിയിലൊക്കെ തുടരുന്നതിനാൽ കയ്യിൽ പണമൊക്കെ വന്നു ചേരുമെങ്കിലും പെട്ടെന്നുള്ള കുടുംബ ആവശ്യങ്ങൾക്കായിട്ടൊക്കെ ചിലവഴിക്കേണ്ടതായി വരാം.
സാമ്പത്തിക കാര്യങ്ങളിലൊക്കെ ഒരു കൃത്യമായ പ്ലാനിങ് ആവശ്യമാണ്. ഈ മാസം മറ്റുള്ളവർക്ക് പണം കടം കൊടുക്കുന്നതും ആർക്കെങ്കിലും വേണ്ടി സാമ്പത്തിക ജാമ്യമൊക്കെ നിൽക്കുന്നതും ഒഴിവാക്കേണ്ടതാണ്. കൊടുത്ത പണമൊക്കെ തിരികെ ലഭിക്കാൻ കാലതാമസമൊക്കെ നേരിട്ടേക്കാം. ഷെയർ മാർക്കറ്റിലും റിയൽ എസ്റ്റേറ്റിലുമൊക്കെ വൻതുകകളൊക്കെ റിസ്ക് എടുത്ത് നിക്ഷേപിക്കാൻ സെപ്റ്റംബർ 18 വരെയുള്ള സമയം അത്ര ഉചിതമല്ല. 18-ന് ശേഷം ചൊവ്വ 6-ാം ഭാവത്തിലേക്കൊക്കെ മാറുന്നതോടെ ധനപരമായ കാര്യങ്ങളിലെ കൂടുതൽ വ്യക്തതയൊക്കെ ലഭിക്കുന്നതാണ്. ഇനി കുടുംബജീവിതം നോക്കിയാൽ ശനി വക്രഗതിയിലൊക്കെ നിൽക്കുന്നതിനാൽ സംസാരിക്കുമ്പോഴൊക്കെ വളരെയധികം ശ്രദ്ധ വേണം. ചെറിയ കാര്യങ്ങൾക്ക് പോലും അനാവശ്യ തർക്കങ്ങളൊക്കെ ഉണ്ടാകാനും കുടുംബാംഗങ്ങൾ തമ്മിൽ വാക്കുതർക്കമൊക്കെ ഉണ്ടാകാനും സാധ്യതയുണ്ട്. അതുപോലെ തുറന്നുള്ള ഒരു സംസാരം കുടുംബാംഗങ്ങൾക്കിടയിൽ കുറയാനും ഈ സമയത്ത് സാധ്യതയുണ്ട്. കുടുംബത്തിലെ മുതിർന്ന വ്യക്തികളുടെ ആരോഗ്യകാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധയൊക്കെ പുലർത്തേണ്ടതുണ്ട്. എങ്കിലും 9-ാം ഭാവത്തിൽ ശുക്രനൊക്കെ അനുകൂല സ്ഥാനത്തൊക്കെ നിൽക്കുന്നത് കാരണം മാതാപിതാക്കളിൽ നിന്നും മുതിർന്ന ബന്ധുക്കളിൽ നിന്നും ആവശ്യമുള്ള സമയത്ത് പിന്തുണയൊക്കെ ലഭിക്കുന്നതുമാണ്. സെപ്റ്റംബർ 16 വരെ സൂര്യനും ഒപ്പം കേതുവുമൊക്കെ 7-ാം ഭാവത്തിൽ നിൽക്കുന്നതിനാൽ ദമ്പതികൾ തമ്മിൽ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളും ആശയക്കുഴപ്പങ്ങളും ഒക്കെ വരാം. അതുപോലെ സംശയങ്ങളൊക്കെ ഉണ്ടാകാം പരസ്പരം. അനാവശ്യ വാശിയൊക്കെ മാറ്റി നിർത്തി പരസ്പര വിശ്വാസത്തോടെയൊക്കെ മുന്നോട്ട് പോകേണ്ട സമയമാണ് സെപ്റ്റംബർ മാസം. അതുപോലെ സെപ്റ്റംബർ 16-ന് ശേഷം സൂര്യൻ രാശി മാറുന്നത് 9-ൽ സ്വക്ഷേത്രത്തിൽ നിൽക്കുന്ന ശുക്രൻ്റെ ശുഭദൃഷ്ടിയും ഒക്കെ ദാമ്പത്യത്തിൽ ഇണക്കവും സന്തോഷവും ഒക്കെ തിരികെ കൊണ്ടുവരും. പങ്കാളിയുടെ ഭാഗത്തു നിന്ന് സാമ്പത്തികമായോ തൊഴിൽപരമായോ ഒക്കെ ഈ സമയത്ത് സഹായങ്ങളും ലഭിക്കാം. കുടുംബസമേതമുള്ള പുണ്യക്ഷേത്ര ദർശനങ്ങൾക്കും അതുപോലെ സന്തോഷകരമായ യാത്രകൾക്കുമൊക്കെ ഈ മാസത്തിൻ്റെ 2-ാം പകുതിയിലൊക്കെ അവസരം ഒരുങ്ങുന്നതാണ്. കുംഭൻ രാശിക്കാർ ഈ മാസം അനാവശ്യ വാഗ്വാദങ്ങളിൽ നിന്നൊക്കെ മാറി നിൽക്കുകയും കുടുംബകാര്യങ്ങളിലെ ക്ഷമയോടെയുള്ള സമീപനമൊക്കെ സ്വീകരിക്കുകയും ചെയ്താൽ സമാധാനപരമായ അന്തരീക്ഷം നിലനിർത്താനും സാധിക്കുന്നതാണ്. ഈ വിദ്യാർത്ഥികളുടെ കാര്യം നോക്കിയാൽ ബുധൻ ഉച്ചത്തിലൊക്കെ നിൽക്കുന്ന സെപ്റ്റംബർ 7 മുതൽ 26 വരെയുള്ള സമയം വിദ്യാർത്ഥികൾക്ക് മികച്ച സമയമാണ്. ബുദ്ധിശക്തിയും ഏകാഗ്രതയൊക്കെ വർദ്ധിക്കുന്നതാണ്. മത്സര പരീക്ഷകളിലൊക്കെ ഉയർന്ന വിജയമൊക്കെ നേടാനും സാധിക്കും. വിദേശത്തൊക്കെ ഉപരിപഠനത്തിനൊക്കെ ശ്രമിക്കുന്നവർക്കും ഈ സമയം നല്ലതാണ്. ഇനി ആരോഗ്യകാര്യം നോക്കിയാൽ ജന്മത്തിൽ രാഹുവും 2-ൽ ശനിയുമൊക്കെ നിൽക്കുന്നതിനാൽ കണ്ണ്, പല്ല്, അതുപോലെ വയറ് സംബന്ധമായ അസുഖങ്ങൾ, ദഹന പ്രശ്നങ്ങൾ എന്നിവയൊക്കെ ശ്രദ്ധിക്കണം. സെപ്റ്റംബർ 18-ന് ശേഷം ചൊവ്വ 6-ാം ഭാവത്തിലൊക്കെ എത്തുന്നത് രക്തസമ്മർദ്ദ, ഉഷ്ണരോഗങ്ങൾ എന്നിവയൊക്കെ ഉണ്ടാക്കാം. അതുപോലെ ഡ്രൈവിങ്ങിലും ശ്രദ്ധ വേണ്ട സമയമാണ്. ഈ ഗ്രഹദോഷങ്ങളൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി സർവകാര്യ വിജയമൊക്കെ ലഭിക്കാൻ കുംഭൻ രാശിക്കാർ എന്തൊക്കെ പരിഹാരങ്ങളാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ശനിയാഴ്ചകളിൽ ശാസ്താക്ഷേത്രത്തിൽ നീരാഞ്ജനം വഴിപാട് കഴിക്കുക. അതുപോലെ ഹനുമാൻ ചാലിസ ശനിയാഴ്ചകളിൽ ജപിക്കുന്നത് 7-ര ശനി ദോഷങ്ങൾക്കൊക്കെ ആശ്വാസം നൽകും. അതുപോലെ രാഹുകേതുക്കൾക്ക് പരിഹാരമായിട്ട് സർപ്പക്ഷേത്ര ദർശനമൊക്കെ നടത്തി കഴിയുന്ന വഴിപാടുകളൊക്കെ ചെയ്യുക. അതുപോലെ പിറന്നാൾ തോറും ഗണപതി ഹോമം നടത്തുന്നതും ഗുണകരമാണ്. വ്യാഴാഴ്ചകളിലെ വിഷ്ണു സഹസ്രനാമം ജപിക്കുക. അതുപോലെ സൂര്യനമസ്കാരം ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ ആ സൂര്യനമസ്കാരം ചെയ്യുന്നത് ഊർജ്ജവും കർമ്മരംഗത്ത് പുരോഗതിയുമൊക്കെ നൽകുന്നതാണ്. കുംഭൻ രാശിക്കാർക്ക് സെപ്റ്റംബർ മാസം 2026 സെപ്റ്റംബർ മാസം ക്ഷമയോടെയും വിവേകത്തോടെയും ഒക്കെ കാര്യങ്ങൾ കൈകാര്യം ചെയ്താൽ വലിയ വിജയങ്ങളൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന മാസമാണ്. അനാവശ്യമായ ധൃതിയൊക്കെ ഒഴിവാക്കുക. സാമ്പത്തിക കാര്യങ്ങളിലൊക്കെ ജാഗ്രതയും പാലിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ബന്ധുക്കളിലേക്കുമൊക്കെ ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.